നിങ്ങളിനി ഡെയിലി 5 മുട്ട വെച്ച് കഴിച്ചാൽ പോലും നിങ്ങളുടെ ആവശ്യത്തിന് പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടില്ല. നമ്മൾ പലപ്പോഴും ആഹാരത്തെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത് അല്ലേ? പഞ്ചസാര കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മധുരം കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ വരും, എണ്ണ കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരും, ഉപ്പ് കഴിച്ച് കഴിഞ്ഞാൽ BP വരും എന്നൊക്കെ. പക്ഷേ എന്താണ് സത്യം? നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടല്ല, നമ്മൾ ഭക്ഷണം ശരിയായിട്ട് കഴിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പ്ലേറ്റിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന്? പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന്? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട് എന്നാണ്. നമുക്ക് ഒരു നേരം എത്ര പ്രോട്ടീൻ വേണം, നമ്മൾ എത്രമാത്രം അതിൽ ഡെഫിഷ്യൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, നമുക്ക് എങ്ങനെ അത് സഫീഷ്യൻ്റ് പ്രോട്ടീനാക്കി മാറ്റിയെടുക്കാം എന്നുള്ള കാര്യമാണ്. കുറച്ച് നാൾ മുന്നേ എന്നെ കാണാൻ ഒരു അമ്മ വന്നിരുന്നു. അത് എൻ്റെ സ്ഥിരം പേഷ്യൻ്റാണ്. ആൾക്ക് ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷറുണ്ട്, അതിനൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പം മന്ത്ലി വരും, ബ്ലഡ് ചെക്ക് ചെയ്യും, മെഡിസിൻ വാങ്ങും, പോകും. ഇത്തവണ വന്നപ്പോഴത്തേക്ക് മരുമോളെയും കൂട്ടിയിട്ടാണ് വന്നത്. അപ്പം ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് റിസൾട്ടൊക്കെ നോക്കി മെഡിസിനിലൊക്കെ വേണ്ട മോഡിഫിക്കേഷൻസൊക്കെ വരുത്തി. അതിനുശേഷം പോകാൻ നേരത്ത് എന്നോട് അമ്മ പറഞ്ഞു, ഡോക്ടർ ഞാൻ മരുമോളാണ്, ഞാൻ മരുമോളെയും കൂട്ടി വന്നത് ഒരു കാര്യത്തിനാണ്, ഡോക്ടർ അവളെ ഒന്ന് ഉപദേശിക്കണം. എന്തേ കാര്യം? അപ്പം പറഞ്ഞു, ഡോക്ടറെ ഇവള് ചോറ് കഴിക്കില്ല, ഇവള് ഡയറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെയാണ് കഴിക്കുന്നത്. എത്ര നിർബന്ധിച്ചാലും ചോറ് കഴിക്കില്ല. ചോറ് കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ് ആരോഗ്യം വരിക? ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ഡോക്ടറൊന്ന് ഉപദേശിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ആളെ കൂട്ടി വന്നത്. ഞാൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. ആ കുട്ടി എന്തോ തെറ്റ് ചെയ്ത രീതിയിൽ തലകുനിച്ചിരിക്കുകയാണ്. ഇതുപോലെ എത്ര ഉപദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും? ചോറ് കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ, ചോറ് കഴിക്കാത്തതുകൊണ്ടാണ് നമുക്കിപ്പം ആരോഗ്യമില്ലാത്തതെന്നൊക്കെ. പണ്ടുള്ളവർ ഒരുപാട് ചോറ് കഴിച്ചിരുന്നു, അതാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്നൊക്കെ. അല്ലെങ്കിൽ ഇതുപോലൊരു അമ്മായിയമ്മയായിട്ട് നിങ്ങൾ എത്ര പേരെ ഉപദേശിച്ചിട്ടുണ്ടാവും? ചോറ് കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ, ചിക്കനും അല്ലെങ്കിൽ മീനൊക്കെ വല്ലപ്പോഴും കഴിക്കാവുള്ളൂ, അധികം കഴിച്ചാൽ ശരീരത്തിന് കേടാണെന്നൊക്കെ. അതിനർത്ഥം അന്നത്തെ ആഹാര രീതി മോശമായിരുന്നു എന്നാണോ? ഒരിക്കലുമല്ല. കാരണം അന്നത്തെ കാലത്ത് അത് ഡിമാൻഡ് ചെയ്തിരുന്നു. അന്ന് ആൾക്കാർ, അതിപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ധാരാളമായിട്ട് കായികാധ്വാനത്തിൽ ഏർപ്പെട്ടിരുന്നു. അതിന് ധാരാളം എനർജി ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് വേണം. അവർ നന്നായിട്ട് കാർബോഹൈഡ്രേറ്റും കഴിച്ചിട്ട് എവിടെയെങ്കിലും കുത്തിയിരുന്ന് മൊബൈൽ നോക്കിയായിരുന്നോ ചെയ്തിരുന്നത്? അല്ല, അവർ പാടത്തും പറമ്പിലൊക്കെ നന്നായിട്ട് പണിയെടുത്തു. പക്ഷേ നമ്മളോ അവരെന്ന് കഴിച്ചതിനെക്കാട്ടിയും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ട് എവിടെയെങ്കിലും മൊബൈൽ നോക്കി കുത്തിയിരിക്കുക, അല്ലെങ്കിൽ 12-16 മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്യുക. നമുക്ക് ഇന്ന് കായികാധ്വാനം തീരെയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പ്ലേറ്റും മാറേണ്ടതുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നാളെ മുതൽ നിങ്ങളുടെ പ്ലേറ്റും മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം. നമ്മൾ ഐഡിയലായിട്ട് ഒരാൾക്ക് ഒരു ദിവസം 100 ഗ്രാം പ്രോട്ടീൻ വേണമെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്കത് ഒരിക്കലും ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ മീലിലും ഒരു 1/3 വെച്ചിട്ട് കണക്കാക്കുക. അതായത് ഒരു നേരത്തേക്ക് 30 ഗ്രാം പ്രോട്ടീനാണ് നമുക്ക് വേണ്ടതെന്ന് വയ്ക്കുക. അതായത് ഒരു നേരം നമുക്ക് വേണ്ടത് 30 ഗ്രാം പ്രോട്ടീനാണ്. ഇനി നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ട് കഴിക്കുന്നത് പുട്ടും പഴവും. പുട്ടും പഴത്തിൽ എത്രയുണ്ട്? പുട്ടും പഴം എന്ന് വെച്ചാൽ പ്യുവർ കാർബാണ്. അതിൽ ഏകദേശം ഒരു 4 ഗ്രാം പ്രോട്ടീനാണ് ഉള്ളത്. അതായത് നമുക്ക് വേണ്ടത് 30 നമ്മൾ ഒരു നേരം കഴിക്കുന്നത് 4. ഇനി അടുത്തത് ദോശയും ചമ്മന്തിയും അല്ലെങ്കിൽ അപ്പവും ചമ്മന്തിയും. ഇപ്പോൾ 2 അപ്പം അല്ലെങ്കിൽ 2 ദോശ കഴിച്ചാൽ നമുക്കതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വെറും 3 ഗ്രാമാണ്. നമുക്ക് വേണ്ടത് 30, പക്ഷേ നമ്മൾ കഴിക്കുന്നത് 3 ഗ്രാമാണ്. ഇനി ഇഡലിയും സാമ്പാറും. നമ്മൾ 2 ഇഡലിയും കുറച്ച് സാമ്പാറും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മുതൽ 6 ഗ്രാം വരെയാണ്. പിന്നെന്താ നമ്മൾ കഴിക്കുക? ഉപ്പുമാവ്. ഒരു ബൗൾ ഉപ്പുമാവ് കഴിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ എന്ന് വെച്ചാൽ വെറും 3 ഗ്രാമാണ്. ഇനി നമ്മൾ പലപ്പോഴും പറയും കടലയിലൊക്കെ പ്രോട്ടീൻ ഉണ്ടെന്ന് പറയും. നമുക്ക് പുട്ടും കടലക്കറി എടുത്തു കഴിഞ്ഞാലോ, ഒരു കഷ്ണം പുട്ടും ഒരു ബൗൾ കടലക്കറി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു 10 മുതൽ 12 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും. എന്നാലും നമുക്ക് വേണ്ടതിൻ്റെ പകുതി പോലും നമുക്ക് കിട്ടുന്നില്ല. ഇനി നമ്മൾ ഹെൽത്തി എന്ന് വിചാരിക്കുന്ന മോഡേൺ ബ്രേക്ക്ഫാസ്റ്റിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് നോക്കാം. ഓട്സും മിൽക്കും. നമ്മൾ സാധാരണ ഇപ്പം ഷുഗറൊക്കെ വന്ന് കഴിയുമ്പോൾ നേരെ ഓട്സിലേക്ക് മാറും അല്ലേ? അതിലെത്ര പ്രോട്ടീൻ ഉണ്ടാവും? ഏകദേശം 8 മുതൽ 10 ഗ്രാം വരെ ഉണ്ടാവും. എന്നാൽ കോൺഫ്ലേക്സും പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാലോ അതിലൊരു 3 മുതൽ 4 ഗ്രാം വരെ ഉണ്ടാവും. പിന്നെ ബ്രെഡും ജാമും ആയിക്കഴിഞ്ഞാൽ അത് ഫുൾ കാർബാണ് വിത്ത് ഷുഗർ ഉണ്ട് അല്ലേ? അതിലും ഏകദേശം ഒരു 3 മുതൽ 4 ഗ്രാം വരെ പ്രോട്ടീൻ ഉണ്ടാവും. ഇനി നമ്മുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയും ബീഫ് ഫ്രൈയും നോക്കിക്കഴിഞ്ഞാൽ ആ ബീഫിൻ്റെ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഒരു 20 ഗ്രാം വരെ പ്രോട്ടീൻ ഉണ്ട്. ഇത്രയധികം പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് ഇത് ഹെൽത്തി ആണെന്നാണോ? അല്ല. കാരണം ബീഫ് ഫ്രൈ ആയിട്ട് കഴിച്ചാൽ തന്നെ അതിനകത്ത് ആവശ്യത്തിലധികം എണ്ണയുണ്ടാവും, അതിൽ നിന്ന് വരുന്ന കൊഴുപ്പ്. ഇനി പൊറോട്ട ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം ഡാൽഡയും അല്ലെങ്കിൽ അതിന് ഒരു റിഫൈൻഡ് കാർബാണ്. അതിൽ നിന്ന് കിട്ടുന്ന അനാവശ്യമായ കാലറിയും അല്ലെങ്കിൽ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് പ്രോട്ടീൻ കൂടുതലുണ്ടെന്ന് മാത്രം. നമ്മളിങ്ങനെ കാർബോഹൈഡ്രേറ്റ് മാത്രം ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡിൽ ഒന്ന് ദഹിച്ചിട്ട് ഗ്ലൂക്കോസ് ആവും.
അങ്ങനെ ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവും. ഈ ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും എന്ത് പറ്റും, നമ്മൾ പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കിയിട്ട് ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ ഉണ്ടാക്കും. അപ്പോൾ പാൻക്രിയാസ് ഇത്രയും വലിയൊരു ലോഡ് ഗ്ലൂക്കോസ് വരുമ്പോഴത്തേക്ക് അതിനെല്ലാം കൂടെ പിടിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് സ്റ്റോറാക്കും. എന്തായിട്ട് സ്റ്റോറാക്കും? ഫാറ്റായിട്ട് സ്റ്റോറാക്കും. കാരണം ഇൻസുലിൻ എപ്പോഴും ഒരു ഫാറ്റ് സ്റ്റോറേജ് ഹോർമോണാണ്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും, നമ്മളൊരു 8 മണിക്ക് ആഹാരമൊക്കെ കഴിച്ച് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്ഷീണം തോന്നും, അല്ലേ, ഒരു ചായ കുടിക്കാൻ തോന്നും. കാരണം ഈ ഒരു സമയത്ത് ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കിയിട്ട് അതൊരു ക്രാഷ് ഉണ്ടാവും. കാരണം ഉള്ള ഗ്ലൂക്കോസ് മുഴുവൻ ഇൻസുലിൻ വലിച്ചുകൊണ്ടുപോയി ഫാറ്റാക്കി. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മളൊരു മധുരമായിട്ടൊരു ചായ കുടിക്കും. അതിൻ്റെ കൂടെ ചിലപ്പം ബിസ്ക്കറ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണക്കടികളാവാം. ഇത് നമ്മുടെ വിൽ പവറിൻ്റെ പ്രശ്നമല്ല, ഇത് ബയോളജിയാണ്. അപ്പം ഈ ഒരു 11 മണിക്കുള്ള ഒരു എക്സ്ട്രാ കാർബും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായും, ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. അതാണ് നമുക്ക് പലപ്പോഴും പറ്റുന്നതും. ഇങ്ങനൊരു ഫാറ്റ് ലിവർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം. ഇത് ഭാവിയിൽ നമുക്ക് ഡയബറ്റീസിലേക്കോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്കോ നയിക്കാം. ഇനി നമ്മൾ ഈ പ്യുവർ കാർബോഹൈഡ്രേറ്റിന് പകരം നമ്മൾ പ്രോട്ടീൻ, ആവശ്യത്തിന് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജാണ് ഉണ്ടാകുന്നത്? ഒന്ന്, നമ്മൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു ഗ്ലൂക്കോസ് സ്പൈക്കും അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ക്രാഷും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 10 മണിക്കുള്ള ക്ഷീണമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ദഹിക്കാൻ കുറച്ച് പാടാണ്. നമുക്കറിയാം, നമ്മൾ ചോറോ അല്ലെങ്കിൽ ദോശ അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിശക്കും, അല്ലേ? എന്നാൽ നമ്മൾ അതിന് പകരം ചിക്കനും കഴിച്ച് കഴിഞ്ഞാലോ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കില്ല. കാരണം ഇത് ദഹിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും വയറൊരു ഫുള്ളായിട്ട് തോന്നും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ക്രാവിങ്സ് ഒഴിവാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞാൽ അത് ദഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം എനർജി ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്ന കാലറി ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ആഹാരത്തിൽ, ഓരോ നേരത്തെ ആഹാരത്തിലും ആവശ്യത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ നോക്കണം. ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ നോക്കാം. ഒരു 4 ഗ്രാമുള്ള പുട്ടും പഴത്തിനെ നമ്മളൊക്കെ ഇങ്ങനെ ഒരു 30 ഗ്രാമാക്കി മാറ്റാൻ നോക്കാം, അല്ലേ? അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ആഡ് ചെയ്യുന്നുള്ള കാര്യമാണ്. കാരണം മുട്ട എപ്പോഴും ഈസിലി അവൈലബിൾ ആണ്, കുക്ക് ചെയ്യാൻ കുറച്ച് സമയം ആവശ്യമുള്ളൂ. ഇനി ഒരു ഹോൾ എഗ്ഗിൽ 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇനി നമ്മൾ വെള്ളം മാത്രം എടുക്കുന്നുള്ളെങ്കിൽ അതിൽ 4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അത് നല്ല സുപ്പീരിയർ ക്വാളിറ്റി പ്രോട്ടീനാണ്. അപ്പം നമുക്ക് പുട്ടും പഴം എന്നുള്ള കാര്യത്തിൽ നമുക്ക് പഴം ഒഴിവാക്കാം. കാരണം അത് രണ്ടും കൂടെ പ്യുവർ കാർബാണ്. പകരം മുട്ട നമുക്കറിയാം, കറി വെച്ചായാലും അല്ലെങ്കിൽ ഓംലെറ്റ് ആയാലും ബുൾസായാലും പല രീതിയിൽ നമുക്ക് കഴിക്കാം. അപ്പം ഒരു മുട്ടയും ഒരു 3-4 മുട്ടയുടെ വൈറ്റും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഏകദേശം ഒരു 30 ഗ്രാം പ്രോട്ടീനായി. അതിന് അപ്പമായാലും ദോശയായാലും ഈ മുട്ട നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടും. ഇനി മറ്റൊരു ഓപ്ഷനാണ് കടല. കാരണം ഒരു ബൗൾ കടലയിൽ ഏകദേശം 12 മുതൽ 15 ഗ്രാം വരെ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ, കടലക്കറിയുടെ കൂട്ടത്തിൽ ഒരു ബുൾസയുടെ കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ബുൾസയുടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലുള്ള ഏകദേശം ഒരു 30 ഗ്രാം പ്രോട്ടീനായി. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് മീനോ അല്ലെങ്കിൽ ചിക്കനോ ബീഫൊക്കെ കഴിക്കാൻ പറ്റുന്നവർക്ക് അതും നല്ലൊരു ഓപ്ഷനാണ്. കാരണം അതിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ ഉണ്ട്. ഒരു 100 ഗ്രാം ഫിഷിൽ ഏകദേശം ഒരു 17 മുതൽ 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇനി ബീഫിൻ്റെ അരി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് 20 മുതൽ 25 ഗ്രാം വരെ പ്രോട്ടീൻ 100 ഗ്രാം ബീഫിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 25 മുതൽ 27 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. എപ്പോഴും അത് കറി വെച്ച് കഴിക്കാൻ നോക്കുക. ഫ്രൈ ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അത് അത്ര ഹെൽത്തി അല്ല. നമ്മൾ ഇത്രയും നേരം നോക്കിയത് നോൺ വെജ് ഓപ്ഷൻസ് ആണല്ലേ. ഇനി വെജിറ്റേറിയൻസ് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം. വെജിറ്റേറിയൻ ഓപ്ഷനിൽ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനീറാണ്. ഒരു 100 ഗ്രാം പനീറിൽ ഏകദേശം 18 മുതൽ 21 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അതിൽ തന്നെ മറ്റൊന്നാണ് ടോഫു, നമ്മൾ സോയ മിൽക്കിൽ നിന്ന് എടുക്കുന്നത്. അതിൽ ഏകദേശം 12 മുതൽ 15 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇനി ഓട്സൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് യോഗർട്ട് നല്ലൊരു ഓപ്ഷനാണ്. പാലിന് യോഗർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം ഗ്രീക്ക് യോഗർട്ടിൽ ഏകദേശം 10 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. സാധാ യോഗർട്ടിലാണെങ്കിൽ ഒരു 5 മുതൽ 6 ഗ്രാം വരെ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മിൽക്കിന് പകരം നമ്മൾ യോഗർട്ടായിട്ട് മാറ്റി കഴിഞ്ഞാൽ അതും നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. ഇനി ഇതൊന്നും നടന്നില്ല, നമുക്ക് രാവിലെ മുട്ട അവൈലബിൾ അല്ല അല്ലെങ്കിൽ ചിക്കനൊന്നും കിട്ടിയില്ല, ധൃതിയാണ്, ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് സപ്ലിമെൻറ്റിനെ ആശ്രയിക്കാം. ആ ഒരു സമയത്ത് നമ്മൾ പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂപ്പിൽ നിന്ന് തന്നെ ഏകദേശം നമുക്ക് 25 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും. അത് ഏകദേശം നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തെത്തി. അത് ഒക്കേഷണലി നമുക്ക് നല്ല ധൃതിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ പ്രോട്ടീൻ പൗഡറിനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പ്ലേറ്റ് മോഡിഫൈ ചെയ്യണം എന്നുള്ള കാര്യമാണ്. നമ്മുടെ കിച്ചൺ മാത്രം മോഡിഫൈ ചെയ്താൽ പോരാ, നമ്മുടെ പ്ലേറ്റും മോഡിഫൈ ചെയ്യണം. അതിന് നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കണം. അത് എങ്ങനെ നമ്മുടെ പ്ലേറ്റിനെ മോഡിഫൈ ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു ഹെൽത്തി വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.